താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന ഒരു മതം ഇസ്ലാമാണ് എന്ന് താങ്കൾ ഫേസ്ബുക്കിൽ എഴുതിയതായിട്ട് ഞാൻ വായിച്ചു. എന്താണ് അതിന്റെ? ഞാൻ പറയുന്നു, എന്നെക്കാളും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന മറ്റു മതങ്ങളെക്കാളും ഉപരി ഇസ്ലാം മതമാണ്. കാരണം ദിവസവും 5 നേരം കൊടുക്കുന്ന ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹുമ്മ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, യശസ്സുയർത്തണമേ, മറ്റു മതസ്ഥരെയും മറ്റ് മതവിശ്വാസികളെയും നീ നിന്ദ്യരാക്കണമേ, ഹീനരാക്കണമേ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോഴും പറഞ്ഞത് ലോക സമസ്ത സുഖനോഭവന്തോ എന്ന് സുഖമുള്ള ഒരു വാക്കല്ല, ഒരു രോമാഞ്ചം കൊള്ളുന്ന വാക്കല്ല മുഹമ്മദ് പറഞ്ഞത്. മെസഞ്ചർ ഓഫ് അല്ലാഹ് said, if I live, I shall certainly expel the Jews and Christians from Arabian Peninsula എന്ന് പറഞ്ഞു. ഞാൻ അല്പകാലം കൂടി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലുള്ള എല്ലാവരെയും ഞാൻ നാട് കടത്തുമായിരുന്നെന്ന്. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇതിൽ ഖുർആനിൽ പറയുന്ന ഫാത്തിഹ തന്നെ പറയുന്നവർ തുടങ്ങുന്നത് ജൂതന്മാരെ കുറിച്ച് കോപത്തിനിടയായവരെന്നും വൈബേച്ചവരെന്നും പറയുന്നു. 8:55 ജീവികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് പറയുന്നു. അതേപോലെ തന്നെ 96 പറയുന്നു നികൃഷ്ടർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 9:28 ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, അതായത് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നജസ്സാണ്, തൊട്ടാൽ അശുദ്ധമാവുന്നവരാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ 9:51 ഇവരെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊന്നും മിത്രങ്ങളായി സ്വീകരിക്കരുതെന്നും 6:23 സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ കൂടി അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുതെന്നും അങ്ങനെ സ്വീകരിക്കുന്നവർ അക്രമികളാണെന്നും 24:3 മുസ്ലിങ്ങളല്ലാത്തവരുടെ ഭാര്യമാര് എല്ലാവരും വ്യഭിചാരിണികളാണെന്നും മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വ്യഭിചാരികളാണെന്നും പറയുന്നു. അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നരകത്തിന്റെ വിറകുകൊള്ളികളാണെന്ന് ഖുർആനിൽ 10ഓളം സ്ഥലത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം അപരമത നിന്ദ നടത്തുന്ന ഒരു മതം ഇസ്ലാമിനെ പോലെ മറ്റൊന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ എന്ത് ഉടക്കുകൂട്ടി പേടിപ്പിച്ചാലും എത്ര രീതിയിൽ നമ്മളെ വേട്ടയാടിയാലും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കും.